അതിനുശേഷം ഇൻഷാ അല്ലാഹ് മാർക്കിൽ വിജയിച്ചവർ, ഹാജറിൽ വിജയിച്ചവർ, പൊതുപരീക്ഷയിൽ വിജയിച്ചവർ, അതുപോലെ തന്നെ മറ്റു കലാപരിപാടികളിൽ വിജയിച്ചവർ, അതോടൊപ്പം അതിലൊക്കെ ഉപരിയായി നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മനോഹരമായ സമ്മാനങ്ങളൊക്കെ ഇവിടെ വിതരണം ചെയ്യപ്പെടുവാനുണ്ട്. എല്ലാവരും എല്ലാ പരിപാടികളുമായി സഹകരിക്കേണ്ടതാണ്. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المؤمنين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും മനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാർ, ബദർ അത് ജീവനത്തിന്റെ ചരിത്ര പാഠപുസ്തകമാണ്. അംഗബലം കൊണ്ടോ വിശ്വാസത്തെയും നിശ്ചയദാർഢ്യത്തെയും ഇല്ലാതാക്കാൻ കഴിയുകയില്ലെന്നൊരു തെളിവ് കൂടിയാണ് ബദർ. ബദറിനെ മാറ്റി നിർത്തിയുള്ള ഒരു ചരിത്രവും ഇസ്ലാമിനില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ബദറിലെ ചില മർമ്മപ്രധാന ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ഷാമിൽ നിന്നും അബൂ സുഫിയാനും കൂട്ടരും കച്ചവടം കഴിഞ്ഞ് വരുന്നുണ്ടെന്നറിഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ തിരിച്ചു ചോദിക്കുന്നതിനായി ബദറിലേക്ക് യാത്രയായി. ഒരുപാട് വൈദൂര്യം പിന്നിട്ടപ്പോൾ വിശ്രമം അനിവാര്യമായി വരികയാണ്. അങ്ങനെ അവർ ദുപ്പത്തെന്നെടുത്ത് ടെന്റ് കെട്ടി വിശ്രമത്തിനൊരുങ്ങി. ഇന്നേരം പ്രവാചകൻ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരു ചെറിയ അന്വേഷണത്തിന് വേണ്ടി ദുപ്പത്തിന്റെ ഓരങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സുവന നബിയും അതുക്ക് മടങ്ങെത്തി വസിത്താരോ ക്ഷണം പോയി ചുറ്റിന ഫിറിക്കനായി നൊണ്ട ഫേറെ ഫിടുത്താരോ സുവന നബിയും അതുക്ക് മടങ്ങെത്തി വസിത്താരോ ക്ഷണം പോയി ചുറ്റിന ഫിറിക്കനായി നൊണ്ട ഫേറെ ഫിടുത്താരോ സുബൈറും സഅദും ഹൈദറും കൂടെ ഉടർത്തങ്ങ് പോടാരോ തൊടികിടി തടുകിടർക്കൊരു രണ്ട് വടുവരെ കണ്ടുപിടുത്താരോ. ഹബീബ് തങ്ങളും അവിടുത്തെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ അന്വേഷണത്തിന് ശേഷി ടെന്റിലേക്ക് മടങ്ങിയെന്നു. പക്ഷേ അവർ സംതൃപ്തരല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സ്വഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു വിശാലമായ അന്വേഷണത്തിന് വേണ്ടി 3 പേർ പോകണം. സ്വഹാബാക്കൾ ഓരോരുത്തരും ആശിച്ചു, ഞാനായിരിക്കണം ആ 3 പേരിൽ ഒരുവൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 3 പേരെയും തിരഞ്ഞെടുത്തു. ധീരനായ അലിയാർ തങ്ങളും